കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തിറവെള്ളാട്ട് മഹോത്സവം ജനുവരി 2 വെള്ളിയാഴ്ച രാവിലെ 8-ന് തൃപ്രയാർ തേവരുടെ സന്നിധിയിൽ പൂജിച്ച തിരുവാഭരണങ്ങൾ, അഭിഷേക കാവടി, തെയ്യം, തിറ, ചിന്തുപാട്ട്, ശിങ്കാരിമേളം എന്നീ ദൃശ്യവാദ്യ കലാരൂപങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്രയായി 10 മണിയോടെ കാനാടിക്കാവിൽ എത്തിച്ചേരുകയും പെരുങ്ങോട്ടുകര കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി കോൺഗ്രസിലെ ബീന സുരേന്ദ്രൻ തിരഞ്ഞെടുക്കപ്പെട്ടു. പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. രാവിലെ നടന്ന യോഗത്തിൽ പഞ്ചായത്ത് അംഗം സുരേഷ് കൊച്ചുവീട്ടിലാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ബീന സുരേന്ദ്രന്റെ പേര് നിർദ്ദേശിച്ചത്. 4-ാം വാർഡ് മെമ്പർ ലുബ്ന ജിനു പിന്തുണച്ചു. 16 വോട്ട് ബീന സുരേന്ദ്രനും 5 വോട്ട് CPM-ലെ പ്രജിത മനോജിനും ലഭിച്ചു. വരണാധികാരി CS ലിജു കൂടുതൽ വോട്ട് നേടിയ ബീന സുരേന്ദ്രനെ പ്രസിഡന്റായി പ്രഖ്യാപിച്ചു. ഇത് 2ാം തവണയാണ് ബീന സുരേന്ദ്രനെ പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കുന്നത്. 2015-2020 കാലയളവിലാണ് നേരത്തെ പ്രസിഡന്റായിരുന്നത്. 12-ാം വാർഡിൽ നിന്നാണ് ബീന സുരേന്ദ്രൻ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ പ്രസിഡന്റിനെ അനുമോദിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി മുസ്ലിം ലീഗിലെ KK സക്കറിയ തിരഞ്ഞെടുക്കപ്പെട്ടു. 2ാം വാർഡിൽ നിന്നും വിജയിച്ച സക്കറിയ 16 UDF അംഗങ്ങളുടെ വോട്ടുകൾ നേടിയാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. എതിർ സ്ഥാനാർത്ഥി CPM അംഗം അനിൽ 6 വോട്ടുകൾ നേടി. BJP അംഗം വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു.